പെബിൾസ് മലയാളം. കുട്ടികളില്ലാത്ത പന്തള രാജാവ് ഭഗവാനോട് പ്രാർത്ഥനയിലാണ്. തൻ്റെ രാജ്യത്തിന് അനന്തരാവകാശിക്കായി. ഒരിക്കൽ രാജാവ് വേട്ടയ്ക്കായി പോവുകയായിരുന്നു. പമ്പയാറിൻ്റെ കളകളാരവവും കുളിർക്കാറ്റും സൂര്യൻ ഉദിച്ചുയരുന്നു. ഒരു കുഞ്ഞു പൈതലിൻ്റെ കരച്ചിൽ രാജാവ് കേട്ടു. രാജാവിന് ആശ്ചര്യമായി. കൊടിയ മൃഗങ്ങളുള്ള ഈ ഒരു കാട്ടിൽ കുഞ്ഞു പൈതലോ? കാട്ടിൽ ഈ പൈതലിനെ ആരോ ഉപേക്ഷിച്ചു പോയതാണ്. അതുവഴി വന്ന മഹർഷി പറഞ്ഞു, രാജാവേ, അങ്ങയുടെ അരമനയിൽ വളർത്തു ഈ കുട്ടിയെ. അങ്ങയുടെ ദുഃഖം തീർക്കാൻ ഭഗവാൻ തന്നതാണ് ഇവനെ. നവരത്നമാല അണിഞ്ഞ ഇവൻ മണികണ്ഠൻ എന്നറിയപ്പെടും. ഈ കുട്ടിയാൽ നിങ്ങൾക്കും നിങ്ങളുടെ നാടിനും പെരുമ വന്നു ചേരും. ഇവന്റെ 18-ാം വയസ്സിൽ ഇവൻ ആരെന്ന് അങ്ങയ്ക്ക് മനസ്സിലാവും. മണികണ്ഠൻ ഗുരുകുലത്തിൽ വേദശാസ്ത്രം, മറ്റു പുരാണങ്ങൾ എന്നിവ അഭ്യസിച്ചു. ആയോധന കലയായ വില്ല്, വാൾ, കമ്പ് എല്ലാം അഭ്യസിച്ചു. കുതിരസവാരി സകലതും പഠിച്ചു മണികണ്ഠൻ. മണികണ്ഠന്റെ ഗുരു പറഞ്ഞു, നിന്നെപ്പോലെയുള്ള ഒരു ശിഷ്യന് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. നിന്നെപ്പോലെ ബുദ്ധികൂർമ്മതയും വിവേകവുമുള്ള ഒരു രാജകുമാരനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഭഗവാന്റെ ശക്തി സ്വരൂപമാണ് നിന്നിലുള്ളത്. നിന്നെ കാണുമ്പോഴെനിക്ക് ഹരിഹര സ്വരൂപമാണ് കാണാൻ കഴിയുന്നത്. മണികണ്ഠൻ പറഞ്ഞു, ഗുരുവേ, എനിക്ക് സകല ജ്ഞാനവും നൽകിയത് അങ്ങാണ്. എല്ലാം അങ്ങയുടെ അനുഗ്രഹമാണ്. അങ്ങേക്ക് ഗുരുദക്ഷിണ നൽകണമെന്ന് ഞാൻ കരുതുന്നു. ഗുരു പറഞ്ഞു, മണികണ്ഠ, എനിക്ക് ഗുരുദക്ഷിണ നൽകുന്നുവെങ്കിൽ വളരെ കാലമായി സംസാരശേഷിയില്ലാത്ത എൻ്റെ മകനെ നീ സുഖപ്പെടുത്തൂ. മണികണ്ഠൻ ഗുരുപുത്രനെ സുഖപ്പെടുത്തി. അവന് സംസാരശേഷി തിരിച്ചു കിട്ടി. ഗുരു പറഞ്ഞു, മണികണ്ഠ, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. പിറവിയിൽ തന്നെ കേൾവിയും സംസാരവുമില്ലാത്ത എൻ്റെ മകനെ നീ എല്ലാം സുഖപ്പെടുത്തി, ഗുണപ്പെടുത്തി. വർഷങ്ങൾ കഴിഞ്ഞു. മണികണ്ഠന്റെ വളർച്ചയോടൊപ്പം പന്തളവും വളർന്നുകൊണ്ടിരുന്നു. പ്രശസ്തിയും വ്യാപിച്ചു. മണികണ്ഠനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രാജാവിന് സന്തോഷവും അഭിമാനവും വന്നു. എന്നാൽ രാജാവിൻ്റെ ഏറ്റവും അടുത്താളായ മന്ത്രിക്ക് ഇത് ഇഷ്ടമായിരുന്നില്ല. ഇതിനിടയിൽ രാജ്ഞി ഗർഭിണിയായി. മന്ത്രി രാജവൈദ്യന്റെ അടുത്തെത്തി പറഞ്ഞു, അരമനയിൽ അങ്ങയെ വെച്ചൊരു നാടകം നടത്തുന്നു. ഇതിൽ എന്തോ ചതിയുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. രാജവൈദ്യൻ പറഞ്ഞു, നിങ്ങളും ഞാനും രാജ്ഞിയും ചേർന്ന് ഈ മണികണ്ഠനെ ഇല്ലാതാക്കണം. നിങ്ങളും ഞാനും രാജ്ഞിയുമോ? അവർക്ക് മണികണ്ഠനെ പ്രിയപ്പെട്ടവനായിരുന്നല്ലോ. അപ്പോൾ മന്ത്രി പറഞ്ഞു, മണ്ടനായ വൈദ്യ, രാജ്ഞി ഗർഭിണിയാണ്. അവർക്ക് ആശങ്കയുണ്ട്. രാജാവ് മണികണ്ഠനെ യുവരാജാവായി പ്രഖ്യാപിക്കുമോ എന്ന്. രാജ്ഞിയും സ്വന്തം കുഞ്ഞും പുറത്താവുമോ എന്ന്. വഞ്ചകനായ മന്ത്രി രാജ്ഞിയുടെ അരമനയിലെത്തി മണികണ്ഠനെക്കുറിച്ച് വെറുപ്പ് വരുവാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊടുത്തുകൊണ്ടേയിരുന്നു. രാജ്ഞി വയറുവേദന കലശലായി അഭിനയിച്ചു.
വഞ്ചകരുടെ നാടകമറിയാതെ മഹാരാജാവ് ഇത് വിശ്വസിച്ചു. വൈദ്യൻ രാജാവിനെ മുഖം കാണിക്കാനെത്തി. രാജാവിനോട് പറഞ്ഞു, മഹാരാജാവേ, രാജ്ഞിക്ക് വന്നിരിക്കുന്നത് സാധാരണ അസുഖമല്ല. ഈ ലോകത്തിൽ ഒരു മരുന്നിനും ഇത് മാറ്റാൻ സാധിക്കില്ല. രാജാവ് പറഞ്ഞു, വൈദ്യരെ, ഈ ലോകത്തിൽ എല്ലാ വൈദ്യന്മാരെയും അങ്ങേക്ക് കൂട്ടുചേർത്ത് രാജ്ഞിയെ രക്ഷിക്കൂ. ക്ഷമിക്കണം രാജാവേ, ഒരു വീരനാൽ മാത്രമേ ഇതിനുള്ള മരുന്ന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പുലിപ്പാലാണ് വേണ്ടത്. പുലിപ്പാൽ കൊടുത്താൽ രാജ്ഞിയുടെ വയറുവേദന ഉടനടി മാറും. എന്ത്, പുലിപ്പാലോ? അതെങ്ങനെ നടക്കും? വേട്ടപ്പുലികളെ വേട്ടയാടിക്കൊന്നാണ് പിടിക്കുന്നത്. ഒരു പുലിയുടെ പാൽ കറക്കുന്നത് എങ്ങനെയാണ്? മണികണ്ഠൻ ഇത് ദൂരെ നിന്നും കേട്ടുകൊണ്ടിരുന്നു. അങ്ങ് വിഷമിക്കണ്ട, പുലിപ്പാൽ ഞാൻ കൊണ്ടുവരും. എൻ്റെ അമ്മയുടെ രോഗം ഞാൻ മാറ്റും. അപ്പോൾ രാജാവ് പറഞ്ഞു, വേണ്ട മകനെ, വേട്ടപ്പുലികളെക്കുറിച്ച് നിനക്കൊന്നും അറിയില്ല. 10 പേരെ അവർ ഞൊടിയിടയിൽ തീർക്കും. അവയ്ക്ക് അത്രയ്ക്ക് ശക്തിയാണ്. നീ ഒന്നും അറിയാത്ത കുഞ്ഞുകുട്ടിയാണ്. അങ്ങയ്ക്ക് ആശങ്ക വേണ്ട. അങ്ങയുടെ മകന്റെ വീര്യത്തെക്കുറിച്ച് അങ്ങ് ഇതാണോ കരുതിയിരിക്കുന്നത്? പുലിപ്പാലുമായി ഞാൻ അങ്ങയെ കാണും. രാജാവ് ദുഃഖത്തോടെ മണികണ്ഠനെ യാത്രയാക്കി. പെബിൾസ് മലയാളം.